നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഡിഗ്രി ക്ലാസ്സുകളിലേക്ക് പ്രിയ വിദ്യാർത്ഥികൾക്ക് സ്വാഗതം. മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് ആയിട്ടുള്ള ക്രിമിനോളജിയിലെ സെക്കൻഡ് ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. ടൈപ്പോളജി ഓഫ് ക്രൈം, കുറ്റകൃത്യങ്ങളുടെ വിവിധ തരങ്ങൾ, ഇതാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പല കാറ്റഗറികളിലായിട്ടാണ് കുറ്റകൃത്യങ്ങളെ പല കാറ്റഗറികളായിട്ട് തിരിച്ചിരിക്കുകയാണ്. എന്താണ് കുറ്റകൃത്യം എന്ന് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പലതരത്തിലുള്ള കുറ്റകൃത്യങ്ങളുണ്ട്. അതിനെ തരം തിരിച്ചിട്ടാണ് ഈ ടൈപ്പോളജിയിൽ നമ്മൾ പഠിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ക്രൈം എഗെയിൻസ്റ്റ് ഹ്യൂമൻ ബോഡിയാണ്. മനുഷ്യ ശരീരത്തിന് എതിരായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ, അതായത് മനുഷ്യന്റെ ബോഡിലി ആയിട്ട് മനുഷ്യനെ എതിരെയുള്ള കുറ്റകൃത്യങ്ങൾ പല രീതിയിലുണ്ട്. ഇപ്പൊ മാനസികമായിരിക്കും, അല്ലെങ്കിൽ വ്യക്തിയുടെ സമ്പത്ത് കൊള്ളയടിച്ചു കൊണ്ടുപോകുന്നുണ്ടാവും, ആ മനുഷ്യനെ അപകീർത്തിപ്പെടുത്തുന്നതുണ്ടായിരിക്കും, സൈബർ കുറ്റകൃത്യങ്ങൾ ഉണ്ടാവും. ഇങ്ങനെ പല കാറ്റഗറിയിലെ കുറ്റകൃത്യങ്ങളുണ്ട്. അപ്പൊ അതില് ഹ്യൂമൻ ബോഡി, മനുഷ്യന്റെ ശരീരത്തിൽ മുറിവേൽപ്പിക്കുകയോ മനുഷ്യനെ നേരിട്ട് കൊന്നുകളയോ ഒക്കെ ചെയ്യുന്ന തരത്തില് ഹ്യൂമൻ ബോഡിയിലേക്കുള്ള ക്രൈംസ് ആണ് നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ മനുഷ്യ ശരീരത്തിനെതിരായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ, ഇത് ഭാരതീയ നിയമ സംഹിതയിലെ പ്രൊവിഷൻസും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഇത് പഠിക്കുന്നത്. അതിൽ ഒന്നാമത്തേത് മർഡർ ആണ്, കൊലപാതകം, ഹത്യ, കൊല്ലുക. ഇത് 101 വകുപ്പ് പ്രകാരമാണ് ഇത് കുറ്റകൃത്യമാകുന്നത്. ജീവഹാനി വരുത്തുക എന്ന ഉദ്ദേശപൂർവം ചെയ്യുന്ന കുറ്റമാണ് ഈ കൊലപാതകം എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ പരമാവധി ശിക്ഷ എന്ന് പറയുന്നത് മരണം, വധശിക്ഷ തന്നെയാണ്. ഇനി ജീവപര്യന്തവും പിഴയും ഒക്കെ കുറ്റകൃത്യത്തിന്റെ സ്വഭാവവും സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസും ഒക്കെ വെച്ചുകൊണ്ട് നമുക്ക് കുറ്റകൃത്യത്തിന് പരമാവധി ശിക്ഷ മരണശിക്ഷ, വധശിക്ഷയാണ്. പക്ഷെ അതില് കുറ്റത്തിന്റെ സ്വഭാവം അനുസരിച്ച്, സാഹചര്യങ്ങൾ അനുസരിച്ചിട്ട് ജീവപര്യന്തം, തടവും പിഴയും ഒക്കെ ആയിട്ട് ശിക്ഷ ചുരുങ്ങാറുണ്ട്. ഇനി ഇത് സാധാരണയായിട്ടുള്ള കൊലപാതകമാണ്. എന്നാൽ ചില കാര്യങ്ങളില് ഒട്ടും ഒരു കൾപ്പബിൾ ഹോമിസൈഡ്, ഒരു നോട്ട് അമൗണ്ടിങ് ടു മർഡർ, അതായത് ബോധപൂർവമല്ലാത്ത, ജീവഹാനി വരുത്തണം എന്ന ഉദ്ദേശമില്ലാത്ത, മനഃപൂർവ്വമല്ലാത്ത നരഹത്യകൾ ഇതില് വരുന്നു. അപ്പൊ ഇതിന് 10 വർഷം വരെ തടവാണ് ഈ ഒരു കുറ്റത്തിന്റെ ശിക്ഷ എന്ന് പറയുന്നത്. വാഹനം അപകടത്തിലൊക്കെ മരണപ്പെടുന്നതൊക്കെ ഈ ഒരു ഗണത്തിലാണ് വരിക. അത് മനഃപൂർവ്വം കൊല്ലണം എന്ന ഉദ്ദേശത്തോടു കൂടി അല്ലാതെ സംഭവിക്കുന്ന മരണങ്ങളാണ് ഇവിടെ വരുന്നത്. ഇനി കൊലപാതക ശ്രമം, അറ്റംപ്റ്റ് ടു മർഡർ ആണ് അടുത്തത്. അറ്റംപ്റ്റ് ടു മർഡർ വകുപ്പ് 109 പ്രകാരം മറ്റൊരാളെ ഉദ്ദേശപൂർവ്വം കൊല്ലാൻ ശ്രമിക്കുക എന്നുള്ളത് 10 വർഷം വരെ കഠിന തടവും അല്ലെങ്കിൽ ജീവപര്യന്തവും ഒക്കെ ലഭിക്കുന്ന കുറ്റകൃത്യമാണ്. ഇനി അബറ്റ്മെന്റ് ഓഫ് സൂയിസൈഡ്, അതായത് ആത്മഹത്യക്കുള്ള പ്രേരണ, ആത്മഹത്യക്ക് പ്രേരിപ്പിക്കുന്നത് ഒരു കുറ്റകൃത്യമാണ്. വകുപ്പ് 111 പ്രകാരം മറ്റൊരാളെ ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിക്കുകയോ അയാളെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുകയും ചെയ്യുക എന്നത് 10 വർഷം വരെ കഠിന തടവ് ലഭിക്കുന്ന, ശിക്ഷ ലഭിക്കുന്ന ഒരു കുറ്റകൃത്യമാണ്. ഇനി മറ്റൊന്ന് ഒരു വ്യക്തിയെ മുറിവേൽപ്പിക്കുന്നതാണ്. അത് വകുപ്പ് 115 പ്രകാരം തല്ലുക, തള്ളിയിടുക, അതുപോലെ പിടിച്ചു വലിക്കുക തുടങ്ങിയ കുറ്റകൃത്യങ്ങൾ 115 വകുപ്പ് പ്രകാരം 1 വർഷം വരെ കഠിന തടവും അല്ലെങ്കിൽ പിഴയും നൽകുന്ന ശിക്ഷയാണ്, കുറ്റകൃത്യമാണ്. ഇനി മറ്റൊന്ന് ഗുരുതരമായിട്ടുള്ള ദേഹക്ഷതങ്ങൾ ഏൽപ്പിക്കുന്നതാണ്. വകുപ്പ് 117 പ്രകാരം കണ്ണ് നഷ്ടപ്പെടുക, അതുപോലെ പല്ല്, അസ്ഥി പൊട്ടുക, പല്ല് പൊട്ടുക, അതുപോലെ തന്നെ ശ്വാസം മുട്ടിക്കുക തുടങ്ങിയ കുറ്റകൃത്യങ്ങൾ ആണ് ഈ ഒരു ഗണത്തിൽ വരുന്നത്. ഇത് 7 വർഷം വരെ ശിക്ഷയും തടവ് ശിക്ഷയും അതുപോലെ തന്നെ പിഴയും നൽകപ്പെടാവുന്ന കുറ്റകൃത്യമാണ്. ഏഴാമത്തേത് ആസിഡ് അറ്റാക്കുകളാണ്. വകുപ്പ് 120 പ്രകാരം ആസിഡ് ഉപയോഗിച്ച് ഒരു വ്യക്തിയുടെ ദേഹത്ത് പൊള്ളലേൽപ്പിക്കുന്നത് 10 വർഷം കഠിന തടവും അല്ലെങ്കിൽ 10 വർഷം മുതൽ കഠിന തടവും, കുറ്റത്തിന്റെ സ്വഭാവം അനുസരിച്ച് ജീവപര്യന്തവും പിഴയും ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ്. ഇനി മറ്റൊന്നാണ് അസോൾട്ട്, അക്രമമാണ്. വകുപ്പ് 131 പ്രകാരം ഒരാളുടെ ശരീരഭാഗത്തേക്ക് കൈവയ്ക്കുക, ആക്രമിക്കുക, ഭീഷണിപ്പെടുത്തുക, ഇതൊക്കെ 3 മാസം വരെ തടവ് നൽകപ്പെടാവുന്ന കുറ്റകൃത്യമാണ്. ഇനി
ആയുധം ഉപയോഗിച്ച് ആക്രമിക്കുന്നത് 113 വകുപ്പ് പ്രകാരം കഠിന തടവും പിഴയും ഒക്കെ ചുമത്താവുന്ന കുറ്റമാണ്. അപ്പൊ കത്തി, തോക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് ദേഹത്ത് ആക്രമണം നടത്തുന്നത്. ഇനി 10ാമത്തേത് അവശരായവരെ ആക്രമിക്കുക. അതായത് സ്വയം ചെറുക്കാൻ സാധിക്കാത്തവരെ, ചെറിയ കുട്ടികളെയും അല്ലെങ്കിൽ പ്രായമായവരെ, അബലരായിട്ടുള്ളവരെയൊക്കെ ഉപദ്രവിക്കുന്നത്, സ്വയം റെസിസ്റ്റ് ചെയ്യാൻ സാധിക്കാത്തവരെ ആക്രമിക്കുന്നത് 123 വകുപ്പ് പ്രകാരം കുറ്റകൃത്യമാണ്. അതിൽ സ്ത്രീകള്, ഭിന്നശേഷിയുള്ളവര്, പ്രായമായവര്, രോഗികള് ഒക്കെ ഈ ഒരു ഗണത്തില് വരുന്നവരാണ്. ഇനി ഭാരതീയ നിയമസംഹിത 2023 പ്രകാരം സ്വത്തുക്കൾക്കെതിരെ നടത്തുന്ന, പ്രോപ്പർട്ടിക്ക് എതിരെ നടത്തുന്ന കുറ്റകൃത്യങ്ങളാണ് നമ്മൾ ഇനി പഠിക്കുന്നത്. അതിൽ ഒന്നാമത്തേത് തെഫ്റ്റ് തന്നെയാണ്, മോഷണമാണ്. ഇത് 303 വകുപ്പ് പ്രകാരം മറ്റുള്ളവരുടെ സ്വത്ത് അവരറിയാതെ അല്ലെങ്കിൽ അവരുടെ അനുവാദമില്ലാതെ കൈക്കലാക്കുന്നത് 3 വർഷം വരെ തടവും അതുപോലെ തന്നെ പിഴയും ലഭിക്കുന്ന കുറ്റകൃത്യമാണ്. അത് വളരെ ഭീകരമായിട്ടുള്ള മോഷണങ്ങളാണെങ്കിൽ അതിന് കൂടുതൽ ശിക്ഷ ലഭിക്കും. അപ്പോൾ ഒരു ഉദാഹരണത്തിന് ഈ ചെയിൻ സ്നാച്ചറിങ് ഒക്കെ, പിക്ക് പോക്കറ്റിംഗ്, പോക്കറ്റടി, ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങളൊക്കെയാണ് ഈ ഒരു ഗണത്തിൽ വരുന്നത്. ഇനി കവർച്ചയാണ്, റോബറിയാണ് മറ്റൊന്ന്. 307 വകുപ്പ് പ്രകാരം ഭീഷണിയോടെയോ അല്ലെങ്കിൽ ബലപ്രയോഗത്തിലൂടെയോ ഒക്കെ സ്വത്ത് നഷ്ടപ്പെടുത്തുന്നതിന് 10 വർഷം വരെ കഠിന തടവും പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ്. ഇത് സംഘം ചേർന്നാണ് നടത്തിയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ഈ ശിക്ഷയുടെ ഇന്റൻസിറ്റി വീണ്ടും വർദ്ധിക്കും. ഇനി കള്ളക്കടത്താണ്, ഡെക്കോയിറ്റി ആണ് മറ്റൊന്ന്. കള്ളക്കടത്ത് 308 വകുപ്പ് പ്രകാരം 5 പേർ കൂടി ചേർന്നിട്ട് ആക്രമണത്തിലൂടെ സ്വത്ത് അപഹരിക്കുന്നത് ജീവപര്യന്തം ശിക്ഷ, തടവ് ലഭിക്കുന്ന, അതുപോലെ പിഴയും ലഭിക്കുന്ന ഒരു കുറ്റകൃത്യമാണ്. ഇനി ഹൗസ് ബ്രേക്കിംഗ്, ഭവനഭേദനമാണ് മറ്റൊന്ന്. ഇത് വകുപ്പ് 311 പ്രകാരം അനധികൃതമായിട്ട് ഒരാൾ താമസിക്കുന്നിടത്ത് പ്രവേശിക്കുക എന്നുള്ളത് കുറ്റകരമാണ്. അത് 7 വർഷം വരെ തടവും പിഴയും ലഭിക്കുന്ന കുറ്റകൃത്യമാണ്. ഇനി ഈ ചെയ്യുന്നത് രാത്രിയിലാണെങ്കിൽ ശിക്ഷയുടെ ഇന്റൻസിറ്റി വർദ്ധിക്കും. ഇനി മറ്റൊന്ന് തീ ഉപയോഗിച്ചിട്ട്, ഫയർ ഉപയോഗിച്ചിട്ട് അപകടപ്പെടുത്തുന്നത്, ഒരു സ്വത്തുക്കൾ കത്തിക്കുക, തീയിട്ട് നശിപ്പിക്കുക, വാഹനങ്ങള്, വീട് ഒക്കെ തീയിട്ട് നശിപ്പിക്കുക, അഗ്നിക്കിരയാക്കുമല്ലോ. അപ്പൊ ഇത് വകുപ്പ് 320 പ്രകാരം ഒരു വ്യക്തിയുടെ സ്വത്തുക്കള് ആസൂത്രിതമായി നശിപ്പിക്കാനുള്ള ശ്രമം, പെട്രോളോ തീയൊക്കെ ഉപയോഗിച്ചിട്ട് കത്തിക്കുന്നത് 10 വർഷം വരെ തടവ് ലഭിക്കുന്ന, ജീവപര്യന്തം തടവൊക്കെ ലഭിക്കുന്ന ശിക്ഷയാണ്, കുറ്റകൃത്യമാണ്. ഇനി സ്വത്ത് സംബന്ധമായിട്ടുള്ള തട്ടിപ്പ്, ചീറ്റിങ്ങുകളാണ് മറ്റൊന്ന്. വകുപ്പ് 316 പ്രകാരം മറ്റുള്ളവരുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്തുകൊണ്ട് സാമ്പത്തിക നാശം വരുത്തുക, നഷ്ടം വരുത്തുക എന്നുള്ളത് 3 മുതൽ 7 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കുന്ന കുറ്റകൃത്യമാണ്. ഇനി കുറ്റകരമായിട്ടുള്ള ഒരു ചീറ്റിംഗ് അല്ലെങ്കിൽ മിസ്ട്രസ്റ്റ് നടത്തുക എന്നുള്ളത്, ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് എന്ന് പറയുന്നത് 317 വകുപ്പ് പ്രകാരം 3 മുതൽ 10 വർഷം വരെ തടവ് ലഭിക്കുന്ന കുറ്റകൃത്യമാണ്. അതായത് ഈ ഒരു പരിധിയിൽ വരുന്ന കേസുകളുടെ സ്വഭാവം, ഇപ്പൊ വിശ്വസിച്ച ഒരാളെ ഒരു സ്വത്ത് ഏൽപ്പിക്കുന്നു, പക്ഷെ അത് അയാളെ ചീറ്റ് ചെയ്തുകൊണ്ട് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ആ സ്വത്ത് നശിപ്പിക്കുകയോ അല്ലെങ്കിൽ ഏൽപ്പിച്ച സ്വത്ത് മോഷ്ടിച്ച് ഉപയോഗിക്കുന്നതോ ഒക്കെ ഈ ഒരു തരത്തിൽ ഉൾപ്പെടുന്നതാണ്. ഇനി സ്വത്ത് നശീകരണമാണ് മറ്റൊന്ന്, ഡാമേജ് ടു പ്രോപ്പർട്ടി. ഇത് 319 വകുപ്പ് പ്രകാരം മറ്റുള്ളവരുടെ സ്വത്ത് അളവ് കുറഞ്ഞതാണെങ്കിലും നശിപ്പിക്കുന്നത് 1 മുതൽ 5 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കുന്ന കുറ്റകൃത്യമാണ്. ഇനി അനധികൃതമായിട്ട് സ്വത്ത് കൈവശം വെക്കുക എന്നുള്ളതാണ് മറ്റൊരു കുറ്റകൃത്യം എന്ന് പറയുന്നത്. ഇത് 314 വകുപ്പ് പ്രകാരം മോഷ്ടിച്ച സ്വത്ത് സ്വന്തമായി കൈവശം വെച്ചിരിക്കുന്നത് ഒക്കെ 3 മുതൽ 7 വർഷം വരെ കഠിന തടവ് ലഭിക്കുന്ന കുറ്റകൃത്യമാണ്. ഇനി നമ്മൾ നോക്കുന്നത് മറ്റൊരു കാറ്റഗറിയാണ്, അതായത് ക്രൈംസ് അഗെയിൻസ്റ്റ് വൾണറബിൾ ഗ്രൂപ്പ്. അതായത് സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒക്കെ എതിരായിട്ടുള്ള കുറ്റകൃത്യങ്ങളാണ് ഈ ഒരു പരിധിയിൽ വരുന്നത്. അപ്പൊ നമ്മൾ ആദ്യം നോക്കുന്നത് ക്രൈംസ് അഗെയിൻസ്റ്റ് വുമൺ, സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങളാണ്. സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ ഭാരതീയ നിയമസംഹിത 2023 പ്രകാരം കുറ്റകൃത്യങ്ങളെ നിർവചിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം.
സ്ത്രീയുടെ ശരീരത്തെയും ആത്മാഭിമാനത്തെയും നേരിട്ട് ആക്രമിക്കുന്നത് ആണ് ഒന്നാമത്തെ കാറ്റഗറി. അതായത് ഒന്നാമത്തേത് സെക്ഷൽ ഹരാസ്മെന്റ് ആണ്. ഇത് 74 വകുപ്പ് പ്രകാരം ആൺകുട്ടി അല്ലെങ്കിൽ ഒരു പുരുഷൻ സ്ത്രീയെ ലൈംഗിക ഉദ്ദേശത്തോട് കൂടിയിട്ട് ഉപദ്രവിക്കുന്നത്, നോക്കുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും അസഭ്യ വാക്കുകളൊക്കെ പറയുന്നതൊക്കെ 3 വർഷം വരെ തടവ് ലഭിക്കാവുന്ന ഒരു കുറ്റകൃത്യമാണ്. അതുപോലെ തന്നെ പിഴയും. ഇനി മറ്റൊന്നാണ് അശ്ലീല പ്രദർശനം എന്ന് പറയുന്നത്. വകുപ്പ് 75 പ്രകാരം സ്ത്രീയുടെ മാന്യതയ്ക്ക് വിരുദ്ധമായിട്ട് സ്ത്രീയുടെ ദേഹത്ത് കൈവയ്ക്കുക, അല്ലെങ്കിൽ അശ്ലീലമായിട്ടുള്ള ചേഷ്ടകൾ കാണിക്കുക, അശ്ലീലമായിട്ടുള്ള പെരുമാറ്റം, ഇതിനെല്ലാം 1 മുതൽ 5 വർഷം വരെ തടവും അതുപോലെ തന്നെ പിഴയും ലഭിക്കാവുന്ന കുറ്റകൃത്യങ്ങളാണ്. ഇനി മറ്റൊരു കുറ്റകൃത്യമാണ് ഒരു സ്ത്രീയെ ചേസ് ചെയ്യുക, പിന്തുടരുക എന്നുള്ളത്. ഒരു സ്റ്റാക്കിംഗ് എന്ന് പറയും. അങ്ങനെ സ്റ്റാക്കിംഗ് നടത്തുന്നതിന് വകുപ്പ് 76 പ്രകാരം അനധികൃതമായിട്ട് പിന്തുടരുക, അത് മൊബൈൽ ഫോൺ വഴിയാണെങ്കിലും ഓൺലൈൻ ആയിട്ടൊക്കെ ആണെങ്കിലും സ്ത്രീയെ പിന്തുടരുന്നതിന് 3 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കും. ഇനി മറ്റൊന്നാണ് സെക്ഷൽ ഒഫൻസസ്, ലൈംഗിക കുറ്റകൃത്യങ്ങളാണ്. അതിലൊന്നാമത്തേത് റേപ്പാണ്, ബലാത്സംഗമാണ്. വകുപ്പ് 63 പ്രകാരം സ്ത്രീയുടെ സമ്മതമില്ലാതെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് 10 വർഷം മുതൽ ജീവപര്യന്തം വരെ തടവും പിഴയും ലഭിക്കുന്ന കുറ്റകൃത്യമാണ്. ഇനി അത് മൈനർ ഗേൾസിലേക്കാണെങ്കിൽ, കുട്ടികളിലേക്കാണെങ്കിൽ വകുപ്പ് 64 പ്രകാരം 18 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളാണെങ്കിൽ ശിക്ഷയുടെ നടപടി ഇന്റൻസിറ്റി വർദ്ധിക്കുന്നതാണ്. ഇനി അറ്റംപ്റ്റ് റേപ്പ് ആണെങ്കിൽ, ബലാത്സംഗ ശ്രമമാണെങ്കിൽ വകുപ്പ് 65 പ്രകാരം 5 വർഷം മുതൽ 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കും. ഇനി ഗർഭസ്ഥ ശിശു ആയിട്ട് ബന്ധപ്പെട്ട കുറ്റങ്ങൾ, അതായത് ക്രൈംസ് റിലേറ്റിംഗ് ടു ഗർഭിണികളുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഗർഭവുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളാണെങ്കിൽ ഗർഭസ്ഥ ശിശുവിനെ അല്ലെങ്കിൽ ഗർഭഛിദ്രത്തിനൊക്കെ പ്രേരിപ്പിക്കുന്നത്, അതായത് കോസിങ് മിസ്കാരേജിന് കാരണമാകുന്ന രീതിയിലേക്ക്, ഗർഭഛിദ്രത്തിന് കാരണമാകുന്ന രീതിയിലേക്കുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഉപദ്രവങ്ങൾ, ആക്രമണങ്ങളാണെങ്കിൽ വകുപ്പ് 88 പ്രകാരം 3 മുതൽ 7 വർഷം വരെ കഠിന തടവ് ലഭിക്കും. അത് സ്ത്രീയുടെ സമ്മതമില്ലാതെ അബോർഷൻ നടത്തുന്നതൊക്കെ ഈ രീതിയിലുള്ള കുറ്റകൃത്യമായിട്ട് പരിഗണിക്കും. ഇനി മാരിറ്റൽ അതുപോലെ തന്നെ ഫാമിലി ഒഫൻസസ് ആണ്. വിവാഹ സംബന്ധവും കുടുംബ സംബന്ധവും ഒക്കെ ആയിട്ടുള്ള കുറ്റങ്ങളാണ്. ഒന്നാമത്തേത് ഡൗറി റിലേറ്റഡ് ആയിട്ടുള്ള ക്രുവൽറ്റികളാണ്. ഈ സ്ത്രീധനവുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളാണ്. വകുപ്പ് 85 പ്രകാരം ഭർത്താവിന്റെ കുടുംബവും സ്ത്രീയെ പീഡിപ്പിക്കുന്നത്, ഭക്ഷണം നൽകാതിരിക്കുക, വെള്ളം നൽകാതിരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ 3 വർഷം വരെ തടവും പിഴയും ഒക്കെ ലഭിക്കുന്ന കുറ്റകൃത്യങ്ങളാണ്. ഇത് വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ അല്ലെങ്കിൽ വെള്ളം കൊടുക്കാതിരിക്കുക, ഭക്ഷണം കൊടുക്കാതിരിക്കുക, ഇതൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് വരും. രണ്ടാമത്തേത് സ്ത്രീയുടെ ആത്മഹത്യയാണ്. മറ്റൊന്ന്, ഭർത്താവിന്റെ കുടുംബം ബാധ്യസ്ഥരാകുന്ന സാഹചര്യത്തിൽ സ്ത്രീകള് സൂയിസൈഡ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ വകുപ്പ് 111 പ്രകാരം അത് കടുത്ത ശിക്ഷ ലഭിക്കുന്ന ഒരു കുറ്റകൃത്യമാണ്. വിവാഹ ജീവിതത്തിൽ പീഡിപ്പിക്കപ്പെട്ടിട്ടാണ് ആത്മഹത്യ ചെയ്തതെന്ന് തെളിയിക്കപ്പെടുന്ന സാഹചര്യത്തിലെ കുടുംബാംഗങ്ങൾക്ക് ഉൾപ്പെടെ തടവ് ശിക്ഷ ലഭിക്കും. ഇനി ഒരു സ്ത്രീകളെ തടവിൽ പാർപ്പിക്കുക, അതായത് കിഡ്നാപ്പൊക്കെ ചെയ്തിട്ട് തടവിൽ പാർപ്പിക്കുന്നത്, അനധികൃതമായിട്ട് തടവിൽ വെക്കുന്നത് വകുപ്പ് 124 പ്രകാരം 1 മുതൽ 3 വർഷം വരെ തടവ് ലഭിക്കുന്ന കുറ്റകൃത്യമാണ്. ഇനി ഫോഴ്സ്ഡ് ഡിസോർബിംഗ് ആണ് മറ്റൊന്ന്, അതായത് സ്ത്രീയെ അശ്ലീലമായിട്ട് വെളിപ്പെടുത്തുക. അതാണ് വകുപ്പ് 77 പ്രകാരം പൊതുസ്ഥലത്തോ മറ്റോ സ്ത്രീയുടെ വസ്ത്രം പൊക്കുക അല്ലെങ്കിൽ വസ്ത്രം ചീന്തിക്കളയുക, ഇതൊക്കെ 3 മുതൽ 7 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കുന്ന കുറ്റകൃത്യങ്ങളാണ്. ഇനി അടുത്തത് ആസിഡ് അറ്റാക്സ് ആണ്, ആസിഡ് ആക്രമണങ്ങൾ. വകുപ്പ് 120 പ്രകാരം ആസിഡ് ഒഴിച്ച് ശാരീരിക മാനസിക ക്ഷതം വരുത്തുന്നത് 10 വർഷം മുതൽ ജീവപര്യന്തം വരെ തടവ് ശിക്ഷ ലഭിക്കും. ഇത് പെൺകുട്ടിയാണെങ്കിൽ ശിക്ഷ കൂടുതലായിരിക്കും. ആസിഡ് അറ്റാക്കുകൾ പൊതുവെ ആൺകുട്ടിക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ ഏൽക്കാവുന്നതാണ്. ഇത് ആസിഡ് അറ്റാക്കിന്റെ ഇര എന്ന് പറയുന്നത്, ആസിഡ് അറ്റാക്ക് വിക്ടിം ഒരു പെൺകുട്ടിയാണെങ്കിൽ ശിക്ഷ കൂടുതലായിരിക്കും. ഇനി ക്രൈംസ് അഗെയിൻസ്റ്റ് ചിൽഡ്രൻ ആണ്, കുട്ടികൾക്കെതിരായിട്ടുള്ള കുറ്റകൃത്യങ്ങളാണ്.
കുട്ടികൾക്കെതിരായിട്ടുള്ള ലൈംഗിക പീഡനമാണ് ഒന്നാമത്തേത്, സെക്ഷൽ ഒഫൻസ് അഗെയിൻസ്റ്റ് ചിൽഡ്രൻ. ഇത് പെൺകുട്ടികളിൽ ഇത്തരം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ 64 ക്ലോസ് പ്രകാരം 18 വയസ്സിന് താഴെയുള്ള പെൺകുട്ടിയുമായിട്ട് ലൈംഗിക ബന്ധം സ്ഥാപിക്കുന്നത് അത് പെൺകുട്ടിയുടെ സമ്മതം ഉണ്ടായാൽ പോലും കുറ്റകൃത്യമാണ്. ശിക്ഷ കുറഞ്ഞത് 20 വർഷം മുതൽ ജീവപര്യന്തം വരെ തടവും പിഴയുമാണ് ഇതിന്റെ ശിക്ഷ. ഇനി രണ്ടാമത്തേത് ബലാത്സംഗ ശ്രമമാണ്, അറ്റംപ്റ്റ് ടു റേപ്പ് ആണ്. വകുപ്പ് 65 കുട്ടിയെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ 5 വർഷം മുതൽ 10 വർഷം വരെ തടവ് ലഭിക്കും. ദെൻ അശ്ലീലത പ്രദർശിപ്പിക്കുക, കുട്ടികളോട് ലൈംഗിക ചേഷ്ടകള്, ലൈംഗിക അവയവങ്ങൾ പ്രദർശിപ്പിക്കുന്നത് എല്ലാം തന്നെ വകുപ്പ് 74, 75, 76 പ്രകാരം 3 മുതൽ 5 വർഷം വരെ കഠിന തടവ് ലഭിക്കുന്ന ശിക്ഷയാണ്, കുറ്റകൃത്യമാണ്. ഇനി കുട്ടിയെ കാഴ്ചയിലൂടെയോ എന്തെങ്കിലുമൊക്കെ കമന്റുകളിലൂടെയോ അല്ലെങ്കിൽ ശാരീരികമായിട്ട് ടച്ച് ചെയ്യാൻ ശ്രമിക്കുന്നതോ ഒക്കെ ഈ ഒരു പരിധിയിൽ ഉൾപ്പെടുന്നതാണ്. ദെൻ കുട്ടികളെ ആക്രമിക്കുക, ക്രൂവൽറ്റി അല്ലെ, ക്രൂരത കാണിക്കുക, കുട്ടികളെ ഉപദ്രവിക്കുക, പട്ടിണിക്കിടുക, ഇതൊക്കെ ഈ ഒരു പരിധിയിൽ വരുന്നതാണ്, കുട്ടികളോട് കാണിക്കുന്ന ക്രൂരതകൾ. വകുപ്പ് 85 പ്രകാരം കുട്ടികൾക്ക് ഭക്ഷണവും വെള്ളവും ഒന്നും നൽകാതിരിക്കുന്നത് 3 വർഷം കഠിന തടവും അതുപോലെ തന്നെ പിഴയും ലഭിക്കുന്ന കുറ്റകൃത്യമാണ്. ഇത് മാതാപിതാക്കള്, അധ്യാപകർ, അതുപോലെ കുട്ടിയെ ടേക്ക് കെയർ ചെയ്യുന്നവരുടെ ഭാഗത്തു നിന്നൊക്കെയുള്ള ശിക്ഷകൾ ഈ രീതിയിൽ 3 വർഷം മുതൽ തടവ് ശിക്ഷ ലഭിക്കുന്ന കുറ്റകൃത്യങ്ങളാണ്. ദെൻ കുട്ടികളെ തടവിൽ പാർപ്പിക്കുന്നത്, കുട്ടികളെ അനധികൃതമായിട്ട് തടവിൽ പാർപ്പിക്കുന്നത് വീട്ടിലോ സ്ഥാപനത്തിലോ അല്ലെങ്കിൽ ഒരു വാഹനത്തിലോ ഒക്കെ തടവിൽ വെക്കുന്നത് 1 മുതൽ 3 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ്. ഇനി കുട്ടികളെ കിഡ്നാപ്പ് ചെയ്യുന്നതും അവരെ തട്ടിക്കൊണ്ടുപോകുന്നത്, കടത്തിക്കൊണ്ടു പോകുന്നതും 137 വകുപ്പ് പ്രകാരം കുറ്റകൃത്യമാണ്. അത് 18 വയസ്സിന് താഴെയുള്ള കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാന് രക്ഷിതാവിന്റെ സമ്മതമില്ലാതെ കൊണ്ടുപോകുന്നത് 7 വർഷം വരെ തടവ് ലഭിക്കുന്ന കുറ്റകൃത്യമാണ്. ഇനി അപ്പോൾ കുട്ടികളെ ട്രാഫിക്, അതായത് കുട്ടികളെ കടത്തുക, അതുപോലെ കുട്ടികളെ ചൂഷണം ചെയ്യുക, ബാലവേല, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് കടത്തുന്നത് 139 വകുപ്പ് പ്രകാരം ഹ്യൂമൻ ട്രാഫിക്കിന്റെ പരിധിയിലും പെടും. പിന്നെ അത് കുട്ടികളിൽ പീഡനം കുട്ടികൾ ആകുമ്പോൾ അത് വകുപ്പ് വേറെയും ചുമത്തപ്പെടും. അങ്ങനെ കുട്ടികളെ തൊഴിൽ രംഗത്തും പീഡനം, കുട്ടികളുടെ അവയവ കടത്ത്, ഈ രീതിയിലൊക്കെ ഉപയോഗിക്കുന്നത് 10 മുതൽ 20 വർഷം വരെ കഠിന തടവ് ലഭിക്കുന്ന കുറ്റകൃത്യമാണ്. ഇനി കുട്ടികളെ വിൽപ്പന നടത്തുന്നത്, അതുപോലെ തന്നെ കുട്ടികളെ യാചനയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഒക്കെ ഈ രീതിയിൽ തടവും പിഴയും ലഭിക്കുന്ന കുറ്റകൃത്യങ്ങളാണ്. ഇനി മറ്റൊന്ന് ആസിഡ് അറ്റാക്ക് തന്നെയാണ്. കുട്ടികളെ ആസിഡ് അറ്റാക്ക് ചെയ്യുന്നത്, ആസിഡ് വെച്ചിട്ട് പൊള്ളിക്കുന്നത് 120 വകുപ്പ് പ്രകാരം 10 വർഷം ജീവപര്യന്തവും, അതുപോലെ തന്നെ ഈ കുട്ടിക്ക് വിക്ടിമിന് റീഹാബിലിറ്റേഷൻ, പുനരധിവാസത്തിനുള്ള സംഖ്യ എത്രയാണോ അത്ര പിഴയായിട്ടും ഈടാക്കേണ്ടതായിട്ട് വരും. ഇനി കുട്ടികളെ യാചകരായിട്ട് ഉപയോഗിക്കുന്നത്, ഭിക്ഷാടനത്തിനൊക്കെ അയക്കുന്നത്, പൊതു ഇടങ്ങളിലൊക്കെ കുട്ടികളെ പണത്തിന് വേണ്ടിയിട്ട്, ഭിക്ഷാടനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതൊക്കെ കർശനമായിട്ട് നിരീക്ഷിച്ചു വരുന്നുണ്ട്. അതുപോലെ തന്നെ അത് പണിഷബിൾ ഓഫൻസ് ആണ്. ഇനി അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് പഠിക്കാനുള്ളത്. അപ്പൊ ഈ ഒരു ഭാഗം ക്ലാസ് കേട്ടാൽ മാത്രം പഠിക്കാൻ സാധിക്കാത്ത ഒരു ഭാഗമാണ് ഇത്. കൃത്യമായിട്ട് ഇരുന്ന് നോട്ട് വെച്ചിട്ട് നിങ്ങൾ ഓരോരോ കുറ്റകൃത്യങ്ങളും അതിന്റെ വകുപ്പുകളും കൃത്യമായിട്ട് ബൈഹാർട്ട് ചെയ്ത് തന്നെ പഠിക്കുക. താങ്ക് യു.